പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 12-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അപ്പോൾ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പിതാവെ, അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. 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 ഹല്ലേലൂയ. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അതെ, 109-ാം സങ്കീർത്തനം 30-31 വാക്യങ്ങൾ. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. ഇന്ന് പ്രഭാതത്തിലെ കൈകൾ ഉയർത്തി പറ, ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. ഇനിയൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം അപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അതെ, ഞാൻ പുരുഷാരത്തിന് നടുവിൽ കർത്താവിനെ പുകഴ്ത്തും. എൻ്റെ കർത്താവ് എനിക്ക് ചെയ്ത നന്മകളെ ഞാൻ മറ്റുള്ളവരുടെ നടുവിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യും. അവൻ 31-ാമത്തെ വാക്യം, കർത്താവ് എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവിന് മഹത്വം കൊടുത്താണ്ട് കരങ്ങൾ ഉയർത്തി പറ, കർത്താവെ അങ്ങേക്ക് മഹത്വം, കർത്താവെ അങ്ങേക്ക് മഹത്വം, കർത്താവെ അങ്ങേക്ക് മഹത്വം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ തൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ടും അപ്പോൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ പ്രത്യേക സാന്നിധ്യത്താൽ നിറച്ചാട്ടെ, അങ്ങയുടെ ശക്തിയാൽ അവരെ നിറച്ചാട്ടെ. അങ്ങയുടെ നിറവ് അവരുടെ മേൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരു മേഘം വന്ന് മൂടുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരെ മൂടുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ സാന്നിധ്യം അവരെ മൂടുന്നതിനായിട്ട് സ്തോത്രം. അവരുടെ എല്ലാ ഇല്ലായ്മകളെയും മാറ്റുന്ന, അവരുടെ എല്ലാ ബലഹീനതകളെയും മാറ്റുന്ന ദൈവ സാന്നിധ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ആമേൻ അവരുടെ മേൽ മൂടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. ആമേൻ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമാകട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം ആമേൻ അവർക്കുണ്ടാകട്ടെ. എല്ലാ വേദനകളും മാറിപ്പോകട്ടെ. എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവൻ വയറിനകത്തുള്ള ബേണിംഗ് സെൻസേഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആമേൻ. നെഞ്ചിനകത്തുള്ള ബേണിംഗ് സെൻസേഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കണ്ണിനകത്തുള്ള ബേണിംഗ് സെൻസേഷൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. യൂറിൻ പാസ് ചെയ്യുമ്പോഴുള്ള ബേണിംഗ് സെൻസേഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ മാനസികമായി ആമേൻ ഹൃദയത്തിനകത്ത് ആമേൻ ഉൾമനസ്സിനകത്ത് ഭയങ്കര കത്തലിനാൽ ഭാരപ്പെടുന്നവർ, ആമേൻ ചില വിഷയങ്ങളെ ഓർക്കുമ്പോൾ ആകുലപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അവർ സമാധാനം അനുഭവിക്കട്ടെ, അവർ സമാധാനം അനുഭവിക്കട്ടെ. എല്ലാ ഇൻഫെക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ബ്ലഡിനകത്തും യൂറിനകത്തും ഒക്കെയുള്ള ഇൻഫെക്ഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവേ, ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ അവർ പുറത്തു വരട്ടെ. പ്രത്യേകിച്ച് കോമ സ്റ്റേജിലായിരിക്കുന്നവർ അവർ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ, ജീവൻ വെക്കട്ടെ, ആരോഗ്യത്തോടെ എഴുന്നേൽക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അതുപോലെ കർത്താവേ, ഡോക്ടർമാർ സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ചില കേസുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ അത്ഭുതകരം നീട്ടി മിറക്കിൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. സർജറി വേണ്ട എന്ന് അവർ പറയത്തക്കവണ്ണം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില മിറക്കിൾസ് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ വിഷയങ്ങളിൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. ജോലി വിഷയങ്ങളിൽ ദൈവിക അത്ഭുതം നടക്കട്ടെ. കർത്താവ്, ഇന്ന് ഈ സൺഡേ ലോകമെമ്പാടും സഭാരാധനകൾ നടക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ കർത്താവെ അങ്ങയുടെ ജനത്തിന് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ദൈവകൃപ തൻ്റെ ജനത്തിന് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. ആത്മാശക്തി അവരുടെ മേൽ പകർന്ന് അവരെ ഉപയോഗിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു.
അതുപോലെ കർത്താവേ ഇന്നൊരു ഉണർവിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ സ്പെഷ്യൽ സർവീസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതേറ്റവും അനുഗ്രഹമായി തീരുന്നതിന് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ നമുക്ക് ഇന്ത്യൻ സമയം രാത്രി 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ സർവീസ് ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ തന്നെ റിമൈൻഡർ വെക്കണം, മറന്നു പോകല്ലേ. നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമാകും. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ പ്രെയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ അയക്കാം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത നന്മകളെ നിങ്ങൾക്ക് വിവരിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഷോർട്ട് ഓഡിയോ മെസ്സേജുകൾ അയച്ചാൽ അത് നമുക്ക് ഒരുമിച്ച് കേൾക്കുവാനും കർത്താവിന് മഹത്വം കൊടുക്കുവാനും സാധിക്കും. ഇന്നിപ്പോൾ നമ്മൾ സങ്കീർത്തനത്തിൽ കേട്ടതുപോലെ ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ കർത്താവിനെ പുകഴ്ത്തും. അതെ, നമ്മുടെ ഒരു തീരുമാനമായി തീരട്ടെ. കർത്താവ് ചെയ്ത നന്മകളെ ഞാൻ സകലരെ അറിയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാമത്തെ വാക്യം വായിക്കാം. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ആമേൻ. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി എപ്പോഴും ഒരുങ്ങിയിരിക്കുവാനാണ് കർത്താവിൻ്റെ ആത്മാവ് സഭയെ ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ സംഭവം ആകാൻ പോകുന്നത് യേശുവിൻ്റെ മടങ്ങി വരവാണ്. അപ്പോൾ ദൈവമക്കൾ, ആമേൻ, നമ്മൾ ഈ സമയം എന്ന് പറഞ്ഞാൽ വലിയ പ്രാവചനിക നിവർത്തികളുടെ സമയത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. അതായത് ഈ മാനുഷിക ചരിത്രം നോക്കിയാൽ ഇത്രയും വിശാലമായിട്ട്, ഇത്രയും വിശുദ്ധമായിട്ട് ദൈവവചനത്തിൻ്റെ നിവർത്തീകരണം നടക്കുന്ന ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിയാൽ നമുക്ക് വേറൊരു സീസൺ ഉണ്ടായിട്ടില്ല. അതായത് അതുപോലെ കർത്താവിൻ്റെ വരവ് അടുത്തു എന്നുള്ളതാണ് ആമേൻ, ആമേൻ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോക സംഭവങ്ങളൊക്കെ നമ്മളെ വിളിച്ചറിയിക്കുന്നത്, നമ്മുടെ കൺമുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ നമ്മൾ ഏത് വാർത്തകളുടെ ഹെഡ്ലൈൻ നോക്കിയാലും, ഏത് ലോകവ്യാപകമായി ഉണ്ടാകുന്ന ഗ്ലോബലായിട്ടുള്ള കാണുന്ന കാര്യങ്ങൾ കാണുമ്പോഴും ആമേൻ, ഈ ലോകത്തിൽ പലതിനും ആമേൻ മോറലായ ഡിക്ലൈനൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചോദിക്കണം, ആർ യു റെഡി? നീ തയ്യാറാണോ യേശുവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി? ആമേൻ. കർത്താവിനോടുകൂടി എടുക്കപ്പെടുവാൻ നീ തയ്യാറാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ആമേൻ. ഇപ്പം നമ്മൾ വേദോസം പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടതാകും. ഈ ലോക ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പോലെ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇതും ഈ അടുത്ത ജനറേഷനുകളിലൊന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ആമേൻ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, മഹാവ്യാധികൾ ഉണ്ടാകുന്നു. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, ഫിലിപ്പൈൻസിൽ ഭയങ്കര ഭൂകമ്പമായിരുന്നു. അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂകമ്പമായിട്ടാണ് അവർ പറയുന്നത്. അപ്പം അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വഭാവത്തിനകത്തുണ്ടായിരിക്കുന്നതായ മാറ്റങ്ങൾ 2 തീമോഥെയോസ് ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. മനുഷ്യർ സ്വസ്നേഹികൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ കാണിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. അതുകൂടാതെ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ അതിന് 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇൻക്രീസ് ഇൻ നോളജ് ആൻഡ് ടെക്നോളജി. ഇതുപോലെ ടെക്നോളജി ഡിജിറ്റൽ ഒക്കെ വളർന്നിരിക്കുന്നതായ ഒരു കാലഘട്ടം നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഓർപ്പിക്കുന്നത് കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത്. അതിലുപരിയായി ഗോസ്പൽ ഓൾ നേഷൻസ്, സുവിശേഷം എല്ലാ രാജ്യങ്ങളിലേക്കും ഭൂമിയുടെ അറ്റത്തോളം എത്തും എന്നുള്ള കർത്താവിൻ്റെ വചനമുണ്ട്. അവിടെയാണ് അതും കർത്താവിൻ്റെ വരവിനെ ഓർപ്പിക്കുക. ഇപ്പം നമുക്കറിയാം, സുവിശേഷം എത്താത്ത സ്ഥലങ്ങൾ വളരെ കുറവാണ്, എത്തിക്കൊണ്ടേയിരിക്കുക വളരെ വേഗത്തിൽ. പഴയ കാലഘട്ടത്തിനെ നമ്മൾ നോക്കുമ്പോൾ വളരെ വേഗത്തിൽ സുവിശേഷം പറന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഭൂമിയിൽ ദൈവമക്കളായ നമ്മൾ ആമേൻ വിശ്വാസത്തിലും വിശുദ്ധിയിലും നമ്മളെ തന്നെ ഒരുക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുക. നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുക. ആമേൻ. നമ്മുടെ മനസ്സിനകത്തുനിന്ന് എല്ലാ പകയും പിണക്കവും മാറ്റി എല്ലാവരോടും ക്ഷമിച്ച്, ഒരാളോട് പോലും പക വെച്ചുകൊണ്ടിരിക്കാതെ ക്ഷമിച്ച് സ്നേഹത്തിൽ നടക്കുക. ആമേൻ. ആത്മാവിൽ നടക്കുക. ആമേൻ. ജഡത്തിലല്ല. ആമേൻ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ആത്മാവിൽ നടക്കുക. ഹല്ലേലൂയ. ആമേൻ. പിതാവിൻ്റെ ഇഷ്ടം വളരെ
വളരെ ശ്രദ്ധയോടുകൂടെ പിതാവിൻ്റെ വർക്ക്, പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഭംഗിയായി ചെയ്ത് ആമേൻ പൂർത്തീകരിക്കുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം പ്രാവചനിക നിവർത്തീകരണത്തിൻ്റെ പ്രോഫറ്റിക്കൽ ഫുൾഫിൽമെൻറ്റിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കളെ ഒരുക്കമുള്ളവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. അതെ, ജോൺ ജി ലേക്ക് എന്ന് പറയുന്ന ഒരു ശക്തനായ ദൈവദാസൻ ഏകദേശം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇത് 20-ാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടങ്ങളിൽ ആമേൻ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി തൻ്റെ ജീവനെ അർപ്പിച്ചു കൊടുത്തു. താൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ സുവിശേഷ നിമിത്തം അദ്ദേഹം മരിക്കേണ്ട വന്നു. പക്ഷേ അത് മുഖാന്തരം വലിയ അവൈക്കനിങ് ആ ദേശത്തുണ്ടാകുവാൻ, ആ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടാകുവാൻ കാരണമായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, കൈവശം വെക്കാൻ കഴിയാത്തത് കൊടുത്തത്, നഷ്ടപ്പെടുത്താൻ കഴിയാത്തത് നേടുവാനാണ്. ആമേൻ. നമുക്കൊരിക്കലും നമ്മുടെ ജീവൻ കൈവശം വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള അവകാശം നമുക്കില്ല, അത് നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറയും, ഞാനത് കൊടുത്തത് ആമേൻ ഒരിക്കലും നഷ്ടപ്പെടാത്തത് ചിലത് സ്വീകരിക്കാൻ വേണ്ടിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരുങ്ങുക, പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെയും കണ്ണ് തുറക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുക, ജീവിത വിശുദ്ധി സൂക്ഷിക്കുക, കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ഒരുങ്ങുക. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ഒരു വലിയ ബോധ്യത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. കർത്താവ് മടങ്ങി വരും. ആമേൻ. ഞാൻ എന്നും ചിന്തിക്കണം, ഇന്ന് യേശു മടങ്ങി വന്നാൽ, ഇന്ന് യേശു വരുമെന്നുള്ള വിശ്വാസത്തിൽ വേണം ജീവിക്കുവാൻ. നാളെ വരുമെന്നുള്ള വിശ്വസിക്കുന്നത്, ഇന്ന് തന്നെ കർത്താവ് വരും, ഇന്ന് തന്നെ ചേർക്കാൻ വരും. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിനോട് പോവുക. അപ്പോൾ ഇന്ന് കർത്താവ് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ജീവിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് വന്നില്ലെങ്കിൽ നാളെ വീണ്ടും നമുക്ക് പ്രഭാത സന്ദേശം കേൾക്കാം. നാളത്തെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് കർത്താവിനോടുകൂടെ മധ്യാകാശത്തിൽ കാണപ്പെടാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.